വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മുടെ നാട്. പുത്തുമല ദുരന്തമുണ്ടാക്കിയ ആഘാതം മാറും മുന്നെയാണ് തൊട്ടരികിൽ തന്നെ കേരളം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തത്ര ഭീകരമായ മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സാക്ഷിയായിരിക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള അസാധാരണ മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഉറക്കം കെടുത്തുന്നു. പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി, കൂട്ടിക്കൽ, കൊക്കയാർ അങ്ങനെ മുണ്ടക്കൈ വരെ തുടർച്ചയായ ഉരുൾപൊട്ടലുകൾക്കാണ് നാം സാക്ഷിയാകുന്നത്. താങ്ങാനാവുന്നതിൽ കൂടുതൽ മഴയെത്തുമ്പോൾ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒരു പതിവ് കാഴ്ചയാവുകയാണ്. പിടിച്ചു നിർത്താനോ ഓടി രക്ഷപ്പെടാനോ കഴിയാത്ത ഈ പ്രകൃതി ദുരന്തം ഇന്ന് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഭയത്തിൻ്റെയും ആശങ്കയുടെയും മുൾമുനയിലാണ്. മലയടിവാരത്തെ മനുഷ്യജീവനുകൾക്ക് എന്തു സുരക്ഷിതത്വമാണുള്ളത്? ഇനിയും നമുക്ക് ഉത്തരം കണ്ടെത്താനാകാത്ത ചോദ്യമാണിത്. 2018 മഹാപ്രളയത്തിന് ശേഷമാണ് കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നത്. എങ്ങനെയാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടാകുന്നത്? കനത്ത മഴ മാത്രമാണോ ഇതിന് കാരണം? ആരാണ് ഇതിന് ഉത്തരവാദി? ഓരോ ദുരന്തങ്ങളിൽ നിന്നും നാം പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഉരുൾപൊട്ടലിൻ്റെ ചില കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു. ഈ മർദ്ദത്തിൻ്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുന്നു. ഇതിനൊപ്പം ഇളകിയ മണ്ണും പാറകളും കടപുഴകിയ മരങ്ങളും ഒഴുകും. അടുത്തത് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ്. കുന്നിൻ്റെ അടിഭാഗത്തു നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്നിരിക്കുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഭൂമി വിണ്ടുകീറിയിട്ടുണ്ടാകും. പിന്നീട് മഴ തോർന്നപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്ന് പിന്നീട് ശക്തമായ മഴ എത്തിയപ്പോൾ മണ്ണ് താഴേക്ക് ഒഴുകിയെത്തിയതാകാം. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. മണ്ണിടിച്ച് നീക്കുന്നതും പാറകൾ പൊട്ടിക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും. ഓരോ സ്ഥലത്തെയും പ്രകൃതിക്കനുസരിച്ചാണ് ഉരുൾപൊട്ടൽ എങ്ങനെയുണ്ടായി എന്ന് വിലയിരുത്തുന്നത്. എന്നിരുന്നാലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ കാരണം അതിശക്തമായ മഴ തന്നെ. 24 മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാരണം. മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരുവുകളിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. 1-2 ദിവസം മഴയുടെ അളവ് 10 സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അടിയന്തരമായി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ മാപിനികൾ സ്ഥാപിക്കേണ്ടതുണ്ട്. നീർച്ചാലുകൾ വൃത്തിയാക്കുകയാണ് ഉരുൾപൊട്ടൽ തടയാൻ പ്രധാന മാർഗം. മഴവെള്ളം പുറത്തേക്കൊഴുകാൻ കഴിയാതെ മണ്ണിൽ നിന്ന് ശക്തിയായി പുറന്തള്ളുമ്പോഴാണ് ഉരുൾപൊട്ടുന്നത് എന്നതിനാൽ മലയടിവാരത്തോട് ചേർന്നുള്ള ചെറിയ കൈത്തോടുകളും നീർച്ചാലുകളും ആഴം കൂട്ടി വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ചിലത് ഉരുൾപൊട്ടലുകൾ പ്രവചിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ നാം ഇപ്പോഴും ബഹുദൂരം പിന്നിലാണ്. മാത്രവുമല്ല, നമ്മുടെ ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടനയും മണ്ണിൻ്റെ സ്വഭാവവും അവിടെ ലഭിക്കുന്ന മഴയും വളരെ വ്യത്യസ്തമാണ്. ഓരോ പ്രദേശവും ഇത്തരം വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് സ്കെയിലിൽ ഇത്ര മഴ പെയ്തു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന് പ്രവചിക്കുക ദുഷ്കരമാണ്. എന്നാൽ ഓരോ വില്ലേജിലും ഓരോ മഴ മാപിനിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഴ മാപിനികൾ തരുന്ന മഴയുടെ കണക്കടിസ്ഥാനപ്പെടുത്തി ഉരുൾപൊട്ടലുകളെ പ്രവചിക്കാമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പക്കലുണ്ടെങ്കിലും സംഭവ സ്ഥലത്തേക്ക് അത് എത്താനെടുക്കുന്ന സമയം വളരെ വലുതാണ്. അതിനാൽ ഇത്തരം ഉപകരണങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിലെങ്കിലും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഉരുൾപൊട്ടൽ നിരന്തരം സംഭവിക്കുന്ന കേരളം ഏറ്റവും അധികം ശ്രമം നടത്തേണ്ട കാര്യമാണിത്. ഉരുൾപൊട്ടലിൽ ഏറ്റവും നിർണായകവും ഏറ്റവും ബുദ്ധിമുട്ടേറിയതും രക്ഷാപ്രവർത്തനം തന്നെയാണ്. മാസങ്ങളോളം മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടന്നിട്ടും നിരാശ മാത്രം ലഭിച്ച സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 2019 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നിരവധി മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഇന്നും മണ്ണിനടിയിൽ എവിടെയോ ഉറഞ്ഞു കിടപ്പുണ്ട്. ഉരുൾപൊട്ടലിൻ്റെ കാര്യത്തിൽ ഒരാളെ ജീവനോടെ പുറത്തെടുക്കുന്നത് മാത്രമല്ല, ജീവനോടെ അല്ലാതെ പുറത്തെടുക്കുന്നതും രക്ഷാപ്രവർത്തനം തന്നെയാണ്. അതിനാൽ തന്നെ കാണാതായ ഓരോ മനുഷ്യർക്കു വേണ്ടിയുമുള്ള തിരച്ചിൽ അത് എത്ര ദുഷ്കരമാണെങ്കിലും സാഹസികമാണെങ്കിലും നാളുകളോളം തുടർന്ന സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കടുത്ത അപകട ഭീഷണിയുള്ള ഇടങ്ങളിൽ പോലും ക്വാറികൾക്ക് മുതൽ റോഡ് നിർമ്മാണത്തിനും ചെക്ക് ഡാമിനും വരെ അനുമതി ലഭിക്കുമ്പോൾ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന പേടിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നോവും നീറ്റലും മാത്രമാണ് ബാക്കി.
നമ്മുടെ 2018 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരമാണ്. ഇതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല, കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്.